കരുണയുടെ ജപമാല പലയിടത്തും പല രീതികളിൽ ചൊല്ലുന്നതായി കണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായും 3 പ്രവണതകളാണ് ഏറ്റവും കൂടുതലായി നാം കണ്ടുവരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവണത പല നിയോഗങ്ങളും കരുണക്കൊന്തയിൽ കൂട്ടിച്ചേർക്കുന്നതായി കാണുന്നു. ഉദാഹരണത്തിന്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ജോലിയില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ആശുപത്രിയിലായിരിക്കുന്നവരുടെ മേലും കരുണയായിരിക്കണമേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മക്കളില്ലാത്തവരുടെ മേലും കരുണയായിരിക്കണമേ എന്നെല്ലാം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത പ്രാർത്ഥനയിൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് മാത്രമാണ്. നമ്മൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും കൂട്ടിച്ചേർക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥവും ആശയവും മാറിപ്പോകുന്നു. ഈശോയുടെ നാവിൽ നിന്നും വിശുദ്ധ ഫൗസ്റ്റീന കേട്ടത് ഈശോയുടെ വചനവും ഈശോയുടെ ആഗ്രഹങ്ങളുമാണ്. നമ്മുടെ ഇഷ്ടത്തിന് തിരുത്താനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തിയ കരുണയുടെ ജപമാലയുടെ പ്രധാന ഉദ്ദേശം നമ്മുടെയും ലോകം മുഴുവനുമുള്ള ജനതയുടെയും മാനസാന്തരത്തിനും പാപങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കരുണക്കൊന്ത തുടങ്ങുന്നതിന് മുൻപ് പൊതുവായി സമർപ്പിച്ചാൽ മാത്രം മതി. ജപമാലയിൽ പോലും തുടക്കത്തിലോ രഹസ്യങ്ങൾക്ക് മുൻപോ മാത്രമാണ് നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയോട് നാം ഒന്നും കൂട്ടിച്ചേർക്കാറുമില്ല. പക്ഷേ കരുണക്കൊന്തയിൽ കൂട്ടിച്ചേർക്കുന്ന തെറ്റായ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് നാം തിരുത്തണം. കരുണക്കൊന്തയ്ക്ക് മുൻപായി മാത്രം നമ്മുടെ എല്ലാ നിയോഗങ്ങളും, ജോലിയില്ലായ്മ, മക്കളില്ലായ്മ, മറ്റ് സാമ്പത്തിക എല്ലാ ഭൗതിക നിയോഗങ്ങളും കരുണക്കൊന്തയ്ക്ക് മുൻപായിട്ട് സമർപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാന കാണാപ്പാഠം ചൊല്ലാൻ അറിയുന്ന പുരോഹിതരും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പുരോഹിതർ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുസ്തകം ഉപയോഗിക്കുന്നത് അറിയാതെ പോലും വാക്കുകളോ കൂദാശാ വചനങ്ങളോ ഉച്ചരിക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാനാണ്. കാരണം ഒരു വാക്ക് മാറിയാൽ അതിന്റെ അർത്ഥവും മാറാം. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനാ രൂപമാണ് കരുണക്കൊന്ത. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. കരുണക്കൊന്തയിൽ നിത്യപിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ കാഴ്ചവെക്കുന്നത് ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും തന്നെയാണ്. രണ്ടാമതായി കണ്ടുവരുന്ന മറ്റൊരു പ്രവണത പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ഓരോ രഹസ്യത്തിന്റെയും അവസാനം ചൊല്ലുന്നതായിട്ട് കണ്ടുവരുന്നു. 5 രഹസ്യങ്ങളും കഴിഞ്ഞ് അവസാനമാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലാനാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത നിർദ്ദേശം. പക്ഷെ ഭൂരിപക്ഷം ചൊല്ലുന്നത് കൊണ്ട് ഞാനും ചൊല്ലുന്നു എന്ന പ്രതികരണമാണ് പലപ്പോഴും ലഭിക്കുന്നത്. മൂന്നാമതായി കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ പിതാവേ എന്നത് കൂട്ടിച്ചേർക്കുന്നു. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത കരുണക്കൊന്ത പ്രാർത്ഥനയിൽ ഈ ഭാഗത്ത് പിതാവേ എന്നത് ഇല്ല. ആരൊക്കെയോ തുടങ്ങി വെച്ചത് അതേപടി പലരും ആവർത്തിക്കുന്നു. ഈശോ പിതാവേ എന്ന് അവിടെ കൂട്ടിച്ചേർക്കാതിരുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. കാരണം നിത്യപിതാവേ എന്ന് ഓരോ രഹസ്യത്തിനു മുൻപും നാം പിതാവായ ദൈവത്തോട് ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും വെച്ച് മാധ്യസ്ഥം യാചിക്കുന്നുണ്ട്. ഈശോ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥനയിൽ പോലും രണ്ടാമത്തെ ഭാഗത്ത് നാം പിതാവേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഇതുവരെ കൂട്ടിച്ചേർത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈശോ തന്ന കരുണക്കൊന്തയിലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലും ഈ പിതാവേ എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല. ആരൊക്കെയോ ആദ്യം തുടങ്ങി വെച്ചത് നാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ തന്ന പ്രാർത്ഥനയും ഈശോ പഠിപ്പിച്ച പോലെ ചൊല്ലുന്നത് തന്നെയാണ് ഈശോയ്ക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഇതുപോലെ ചൊല്ലിയാൽ എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും നാൾ ചൊല്ലിയത് ഇങ്ങനെയായിരുന്നല്ലോ, എല്ലാവരും ചൊല്ലുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, പല പുരോഹിതർ പോലും ഇങ്ങനെ തന്നെ ചൊല്ലുന്നുണ്ടല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ദൈവം കേൾക്കില്ലേ എന്നെല്ലാം മറു ചോദ്യങ്ങൾ ഉയർന്നേക്കാം. തിരുത്താൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം തിരുത്താം.
ഒരു തെറ്റ് നാം തിരിച്ചറിയാത്തിടത്തോളം കാലം കുഴപ്പമില്ല. പക്ഷെ ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞാൽ, അറിയുന്ന നിമിഷം മുതൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് അതൊരു ദൈവകൃപയാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ഈശോ പറഞ്ഞത്, വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ പഠിപ്പിച്ചത്, ഈശോയുടെ വചനങ്ങൾ, ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ചൊല്ലാൻ, നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിച്ചേർത്തോ മാറ്റം വരുത്തിയോ ഉപയോഗിക്കാതിരിക്കാൻ, അതിനുള്ള പ്രചോദനം കിട്ടാൻ, കൃപ കിട്ടാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വചനങ്ങൾ അതിൽ തന്നെ പൂർണ്ണമാണ്. നമ്മുടെ കൂട്ടിച്ചേർക്കലുകൾ ഒരുപക്ഷെ അതിനെ വികലമാക്കാം. മുകളിൽ പറഞ്ഞ ഈ 3 പ്രവണതകളിൽ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ച് അത് ബോധ്യപ്പെട്ടാലെങ്കിലും തെറ്റുകൾ തിരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തു ഏക രക്ഷകൻ.